ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോസ് ഇൻസ്പയേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ 19 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ റോസ് ഇൻസ്പയേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് തോട്ട്സ്, കുറച്ച് സ്റ്റോറീസ്, അങ്ങനെയൊക്കെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതുവരെ 19 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് 20ാമത്തെ വീഡിയോ ആണ്. അപ്പം കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആകെ 3 സബ്സ്ക്രൈബേഴ്സേ ഇതുവരെ ഉള്ളൂ. ഞാൻ ആരോടും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിനെക്കുറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലല്ലോ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇഷ്ടമുള്ളവർ ആരെങ്കിലും കാണുവാണെങ്കിൽ അത് പിന്നെ കാണട്ടെ എന്നുള്ളത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ആരോടും ഇതുവരെ പറയാത്തത്, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണട്ടെ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ളത് ആണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇഷ്ടം ആരാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണുക. എൻ്റെ ഒരു താല്പര്യം നിലവിൽ ഈ മൂന്ന് പേരിൽ രമേശ് ചെന്നിത്തലാവണം എന്നുള്ളതായിരുന്നു. കാരണം വെച്ചാൽ മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു സീനിയറായിട്ടുള്ള നേതാവായതുകൊണ്ടും അദ്ദേഹത്തിന് കുറച്ച് ഭരണപരിചയം ഉണ്ടായതുകൊണ്ടും പിന്നെ ഒരു നീതി ധാർമ്മികത എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. അദ്ദേഹം കുറേ വി.ഡി. സതീശിനേക്കാളിലൊക്കെ മുതിർന്നൊരു നേതാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രമേശ് ചെന്നിത്തല വരണമെന്നായിരുന്നു താല്പര്യം. അത് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാലും ആരായാലും കുഴപ്പമില്ല, എങ്കിലും കൂടുതൽ ഒരു നീതി എന്നുള്ളത് രമേശ് ചെന്നിത്തല ആണെന്നാണ് തോന്നിയത്. ഇനി അതിനേക്കാളിലും മുഖ്യമന്ത്രി ആവാൻ യോഗ്യത UDF-ലെ കോൺഗ്രസ്സിലെ ഒരുപാട് നേതാക്കന്മാർക്കുണ്ട്. കെ മുരളീധരൻ ഒക്കെ ഒരു മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയാണ്. പുള്ളിയൊന്നും വന്നാലൊന്നും ആരും അങ്ങനെ എതിർക്കത്തില്ല, ഒരു സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ ശരിക്കും കോൺഗ്രസ്സിൽ ഒരു മുഖ്യമന്ത്രി ആവാൻ കപ്പാസിറ്റിയുള്ള, കേപ്പബിളായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിലാര് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും അതൊരു നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അത് ഒരു വലിയ ഒരു പരാജയം തന്നെയായിട്ടാണ് തോന്നുന്നത്. അത് നമ്മൾ പറയും ഇപ്പം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, അല്ലെങ്കിൽ ജനാധിപത്യം ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. ശരിക്കും അതൊരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊന്നും പറഞ്ഞതിനെ നമ്മൾ മഹത്വവൽക്കരിക്കുകയൊന്നും വേണ്ട. ശരിക്കും അവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ്. കാരണം അതവരുടെ ചുമതലയാണ്. അതായത് ഒരു നീതിയായിട്ടൊന്ന് ആലോചിക്കുമ്പം ശരിക്കും ഒരാളെ കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ 3 പേരല്ല, 4ാമത് വേറൊരാളെ അല്ലെങ്കിൽ കൊണ്ടുവരണം. ഈ 3 പേരിൽ ഒതുക്കാതെ വേറൊരാളെ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഇപ്പം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലീഡേഴ്സ് അല്ലെങ്കിൽ ആ ഹൈക്കമാൻഡ് പറയുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. പിന്നെ ജനങ്ങളുടെ ഇഷ്ടം ഉണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വി.ഡി. സതീശനെയാണ്. പക്ഷേ നമുക്കൊരു കാര്യം, പാർട്ടിയിലൂടെയാണല്ലോ ഇവരെല്ലാം വളർന്നു വന്നത്. അപ്പം പാർട്ടിയെ ബഹുമാനിക്കുകയും പാർട്ടിയിലെ ഒരു അച്ചടക്കം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ്. ഇനി ഈ 5 വർഷം കൊണ്ട് തീരുന്നതല്ല ഭരണമെന്ന് പറയുന്നത്. ഇനി 5 വർഷം അത് കഴിഞ്ഞിട്ട്, എനിക്ക് ഈ ഒരു അടി കാണുമ്പോൾ തോന്നുന്നത് ഇനി 5 വർഷം കഴിഞ്ഞ് ഇവർ ഭരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതോടെ തീർന്നു എന്നുള്ള രീതിയാണ്. കാരണം ഈ 5 വർഷം ഒരു പക്ഷേ വി.ഡി. സതീശന് കിട്ടിയില്ലെങ്കിലും 5 വർഷം നല്ല രീതിയിൽ അദ്ദേഹം ഭരിച്ചാൽ അടുത്ത 5 വർഷം ഭരണം കിട്ടുമല്ലോ, അങ്ങനെ കിട്ടണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ ചിന്തിച്ച് വേണ്ടേ വരാൻ. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. അവർ വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണം ഇതോടെ തീരുമെന്നുള്ള രീതിയിലാണ് അവരുടെ ഈ ഒരു രീതി കാണുമ്പോൾ തോന്നുന്നത്. ഈ ഒരു 5 വർഷം കൊണ്ട് UDF ഭരണം തീരുമെന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. അതുകൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രിയായ, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാട്ടിക്കൂട്ടലുകളെന്നൊക്കെ തോന്നുന്നുണ്ട്. ശരിക്കും ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നതിന്
അത് അതിനെ യാതൊരു രീതിയിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഞാനെൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം, നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നതും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം നല്ല ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ ഭരണവും നമ്മളുടെ നല്ല ജീവിതത്തിന് ആവശ്യമാണ്. നമുക്ക് നമ്മളുടെ ഒരു ജനാധിപത്യമായ ഈ ഒരു നമ്മളുടെ അഭിപ്രായങ്ങളും പറയാനുള്ള അവകാശം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇങ്ങനെ കാര്യം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റ് പഴയ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. കുറച്ച് ലാഗിങ് ഒക്കെ തോന്നും, കാരണം ഞാനങ്ങനെ വലിയ പ്രൊഫഷണലായിട്ടുള്ള ഒരാളൊന്നും അല്ല. എന്താ വെച്ചാൽ ലൈഫ് ഒരുപാട് നല്ല സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെയും ജീവിതത്തിൽ ഡ്രീം ലൈഫിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു നല്ല ജീവിതം നയിക്കണമെന്ന്. അപ്പോൾ അതിന് നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെയാണല്ലോ നമ്മളുടെ സ്വർഗം പണിയേണ്ടത്. ആരും നമുക്ക് വേണ്ടി, നമ്മൾ പറയത്തില്ലേ, ആരും നമുക്കൊരു പുഷ്പങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. നമ്മൾ തന്നെ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ തന്നെ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ചിലർക്ക് അങ്ങനെയാണ്, ചിലരൊന്നും പ്രിവിലേജ്ഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ഞാനൊന്നും വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്ത്, അല്ലെങ്കിൽ എൻ്റേതായ എല്ലാ ലിമിറ്റേഷൻസും വെച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അങ്ങനൊരു പദത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു ഡിസ്ക്ലൈമറായിട്ട് വെക്കുക, ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്ന ഈ ഫോട്ടോ എൻ്റെ അല്ല. ഞാൻ ഒരു AI-യിലൂടെ ഒരു ഇമേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇത്ര വലിയ സുന്ദരിയൊന്നുമല്ല. പക്ഷേ ഈ ഒരു ചാനൽ നല്ല റീച്ചൊക്കെ ആവുകയാണെങ്കിൽ, എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പെട്ടെന്നൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ചാനലിൽ നല്ല റീച്ചൊക്കെ ആവുകയാണെങ്കിൽ, ഒരു കോൺഫിഡൻസൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സത്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ആർക്കും ഇതുവരെ അറിയില്ല ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്ക് ആദ്യമേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻ്റ് അല്ല ഇടുന്നത്. അത് ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഞാൻ എപ്പോഴും, പിന്നെ എൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളൊന്നുമല്ല. കുറച്ച് മടിയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിയൊക്കെ ഉള്ള ദിവസമൊന്നും എനിക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു മൂടൊന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ അവധിയുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് വീഡിയോസ് എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സമയം കിട്ടുമ്പോൾ കുറച്ച് വീഡിയോസ്, വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് പറയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ടേക്കുന്നത്. ഈ ചാനലിലെ മറ്റു വീഡിയോസും നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വിലയേറിയ സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണുക. ഞാൻ വലിയ പെർഫെക്റ്റായിട്ടുള്ള വീഡിയോസൊന്നും അല്ല. കുറച്ച് സൗണ്ടിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ട്. കുറച്ച് ക്ഷമ വേണം നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കാൻ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് ഞാനും. വലിയ ഗിമിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പം ഒരു സാധാരണ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ചാനലിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നെഗറ്റീവ്സ് ഒന്നും വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. വലിയ കോൺട്രവേഴ്സികളിലൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാ ഒരു ജീവിതം, എന്നാൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറയുന്നതാണ് എല്ലാം സത്യമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് തെറ്റുകളൊക്കെ വരാം. അപ്പം എൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി, വേറൊരാൾ പറയുന്നത് തെറ്റാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുമ്പോൾ എൻ്റേതായ അത് എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് ഞാൻ പറയും. വേറൊരാൾ ചിലപ്പോൾ പറയുമ്പോൾ അവർക്ക് ശരിയായെന്ന് തോന്നും. ഇപ്പം ഞാൻ പറയും മറ്റൊരാളുടെ കാര്യം ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ശരിക്കും അത് ഞാൻ അംഗീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എപ്പോഴും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലൊന്നും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവരെയും അംഗീകരിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനൊക്കെയാണ് എനിക്ക് ഇഷ്ടം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.